ആഴ്ചയിലെ പ്രധാന ലോക വാർത്താ വിശേഷങ്ങളുമായി ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് അലി യൂസഫ് ഹർഷി കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള തലവൻ നയീം ഖാസിമിന്റെ അനന്തരവനും പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന ഹർഷി സംഘടനയുടെ ഭരണപരമായ കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. ഓപ്പറേഷൻ എറ്റേണൽ ഡാർക്ക്നെസ് എന്ന പേരിട്ടിരിക്കുന്ന സൈനിക നടപടിയുടെ ഭാഗമായി 10 മിനിറ്റിനുള്ളിൽ 100-ലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ബെയ്റൂത്ത് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിൽ 254 പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് ലെബനൻ സർക്കാർ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭ സംഭവത്തെ അപലപിച്ചപ്പോൾ ആക്രമണം തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ന്യൂഡൽഹിയിൽ സന്ദർശനം നടത്തി. പുതിയ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യ മന്ത്രിതല സന്ദർശനമാണിത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി. ഇന്ത്യയിൽ നിന്നുള്ള ഇന്ധനം, വളം ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു പ്രധാന ചർച്ചകൾ. അടുത്തിടെ ഡീസൽ ലഭ്യമാക്കി സഹായിച്ചതിന് ഇന്ത്യയോട് നന്ദി അറിയിച്ച റഹ്മാൻ വരും മാസങ്ങളിൽ കൂടുതൽ ഊർജ്ജ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അഭ്യർത്ഥന അനുകൂലമായി പരിഗണിക്കാമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതായി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് കടുത്ത നിയന്ത്രണങ്ങളും പുതിയ നികുതി വ്യവസ്ഥയും ഏർപ്പെടുത്താൻ ഇറാൻ നീക്കം ആരംഭിച്ചു. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഇവിടെ ഇനി മുതൽ പ്രതിദിനം 12 കപ്പലുകൾക്ക് മാത്രമേ യാത്രാ അനുമതി നൽകുകയുള്ളൂ എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന പുതിയ നിയമപ്രകാരം എണ്ണക്കപ്പലുകൾ ഓരോ ബാരലിനും $1 വീതം നികുതി നൽകണം. വലിയ സൂപ്പർ ടാങ്കറുകൾക്ക് ഒരു യാത്രയ്ക്ക് ഏകദേശം 18 കോടി രൂപ വരെയാകും നികുതി. ഈ തുക ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളായോ അല്ലെങ്കിൽ ചൈനീസ് യുവാനായോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചരക്ക് വിവരങ്ങൾ മുൻകൂട്ടി ഇമെയിൽ വഴി അധികൃതരെ അറിയിക്കണമെന്നും നികുതി അടയ്ക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ അനുവദിക്കൂ എന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അനുമതിയില്ലാതെ കടന്നുപോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾ തകർക്കുമെന്ന കടുത്ത മുന്നറിയിപ്പും ഇറാൻ നൽകി. എന്നാൽ രാജ്യാന്തര കരാറുകളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒമാൻ ഈ നീക്കത്തെ എതിർത്തിട്ടുണ്ട്. നിലവിൽ ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയുമായി 400ഓളം കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. ലോകം പോയ വാരത്തിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.